ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. തൃശൂർ ചാലക്കുടിയിൽ കാട്ടാനശല്യം രൂക്ഷം. കാട്ടാനകൾ സൗരോർജ്ജ തൂക്കുവേലി തകർത്തു. ഇതോടെ കോടികൾ മുടക്കി സ്ഥാപിച്ച പദ്ധതി വിഫലമായി. വെറ്റിലപ്പാറ, പിള്ളപ്പാറ, പായമ്മക്കടവ് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലിയാണ് മാസങ്ങൾ പിന്നിടും മുമ്പേ കാട്ടാനകൾ തകർത്തെറിഞ്ഞത്. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വെറ്റിലപ്പാറ, പിള്ളപ്പാറ എന്നിവിടങ്ങളിൽ ഓരോ സ്ഥലത്തും പായമ്മക്കടവിൽ 3ഇടത്തുമാണ് ഫെൻസിംഗ് കാട്ടാനക്കൂട്ടം തകർത്തിരിക്കുന്നത്. തൂക്കുവേലി നിർമ്മാണത്തിലെ അപാകതയാണ് വേലി തകർക്കാൻ എളുപ്പമായതെന്നാണ് ആരോപണം. വേലിയോട് ചേർന്ന് നിൽക്കുന്ന മരച്ചില്ലകൾ വേലികളിൽ തട്ടുന്നത് മൂലം വൈദ്യുതിയുടെ പ്രഹരം കുറയും. ഈ ഭാഗങ്ങളിലാണ് വേലികൾ കൂടുതലായും തകർന്നിരിക്കുന്നത്. വേലി നിർമ്മാണം ശാസ്ത്രീയമല്ലെന്ന വനം വകുപ്പ്, പ്ലാന്റേഷൻ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗനിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ഫെൻസിംഗ് കൊണ്ട് നമുക്ക് ഒരു ഉപകാരമോ ഉണ്ടായിട്ടില്ല. കാരണം ആന അതിൻ്റെ കാലുകൾ ചവിട്ടി മറിച്ചിടുകയാണ്. ഇപ്പോൾ ഒരു സ്ഥലത്തല്ല, 3-4 സ്ഥലത്ത് ഇപ്പോൾ ആനകരി ഓടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ എല്ലാവരും കൂടി രാത്രി ഉറക്കമൊഴിച്ച് ഏതൊക്കെ സ്ഥലത്ത് നോക്കാൻ പറ്റും? അപ്പോൾ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നബാർഡിന്റെ സഹകരണത്തോടെ ചാലക്കുടി വനം ഡിവിഷനിൽ 2.24 കോടി രൂപ ചെലവഴിച്ചാണ് വൈദ്യുതി വേലി സ്ഥാപിച്ചത്. ചാലക്കുടി പുഴയോരത്ത് അതിരപ്പള്ളി, പരിയാരം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വിരിപ്പാറ മുതൽ കണ്ണംകുഴിത്തോട് വരെയുള്ള 18 കിലോമീറ്റർ ഭാഗത്താണ് വൈദ്യുത തൂക്കുവേലി സ്ഥാപിച്ചത്. ഇതിനു പുറമെ ചാലക്കുടി, വാഴച്ചാൽ ഡിവിഷനുകളിലായി 80 കിലോമീറ്ററോളം ദൂരത്തിലും വൈദ്യുത തൂക്കുവേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്രയും അധികം ദൂരത്തിൽ സൗരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ്. വന്യജീവികളുടെ ശല്യം ഒഴിവാക്കാനായി ട്രഞ്ച്, വൈദ്യുത വേലി എന്നിവ സ്ഥാപിച്ചിട്ടും ഫലമില്ലാതായതോടെയാണ് സൗരോർജ്ജ തൂക്കുവേലി പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചത്. എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണവും കെടുകാര്യസ്ഥതയും മൂലം കോടികൾ ചെലവഴിച്ച ഈ പദ്ധതിയും അവതാളത്തിലായെന്നും ഇതിനു പിന്നിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. അമൃത ന്യൂസ്, തൃശൂർ. വൈദ്യുത വേലികൾ സ്ഥാപിച്ചു പോകുന്നതല്ലാതെ കൃത്യമായ പരിപാലനം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. വനവകുപ്പിന്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ച സംഭവിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. ഈ കാലിൻ്റെ മുകളിൽ വെച്ചാണ് ഇതിന് ഇത്തിരി കൂടി നീട്ടം കൂട്ടിയാൽ ഇതിന് ചവിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു 3 മീറ്ററെങ്കിലും ഒരു അകലം ഇട്ടാൽ അതിന് ചവിട്ടാൻ പറ്റാണ്ട് നിൽക്കുള്ളൂ. ഇതിന് മെയിൻ്റെനൻസിന് ഒരു ഫണ്ട് കണ്ടെത്തേണ്ട ഒരു നടപടി എടുക്കണം. ഇതുമാതിരി ചാർജ് ചെയ്യാണ്ട് പോയി ഇങ്ങനെയുള്ള നമുക്ക് പണി കഴിഞ്ഞ് വന്നിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഫെൻസിങ് ഇട്ടിപ്പോൾ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചു. ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത് എൻ്റെ ഒരു നിർദ്ദേശം എങ്ങനെയാ വെച്ചാൽ പണി കഴിഞ്ഞ് പോകുന്നിടത്തോളം ചാർജ് ചെയ്ത് പോവുക. അതാണ് ഇതിന് ഏറ്റവും വലിയ ഒരു ഉചിതമായ തീരുമാനം എന്ന് എനിക്ക് തോന്നുന്നത്. ഫോറസ്റ്റ് അധികാരികളോട് ഈ മരം മുറിച്ച് മാറ്റാൻ പറഞ്ഞിട്ട് ഈ നേരം വരെ അവർ അത് ചെയ്തല്ല. അവർ വന്ന് മാർക്ക് ചെയ്ത് കണ്ട് പോകുന്നതല്ലാണ്ട് ഇവർ സാധനം മുറിച്ച് മാറ്റില്ല. ഈ മരത്തുനിന്ന് ഷോർട്ടായിട്ടാണ് ഈ സാധനം മരം കൊമ്പ് ഒടിച്ച് ഇതിമിക്കിട്ട് ഇതിന് ഷോർട്ടാക്കിയിട്ട് കിടക്കണേ. കാലൊക്കെ ചവിട്ടി ഒടിച്ച് ഇതിപ്പോൾ ഇത്രയും കാശുകൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാധനത്തിന് നമ്മൾ ഫുൾ പവർ കൊടുത്താലാണ് ഇത് നിലനിൽക്കുള്ളൂ. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുന്നുണ്ട്. ഹരീഷ്, തൃശൂർ ചാലക്കുടിയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. ശാശ്വത പരിഹാരം വേണമെന്നൊക്കെ നാട്ടുകാർ ആവശ്യപ്പെടുമ്പോഴും കോടികൾ മുടക്കുന്ന പദ്ധതികളാണ് വിഫലമാകുന്നത്. കാരണം കൃത്യമായ പരിപാലനമില്ലാതെ വനം വകുപ്പും ബന്ധപ്പെട്ട അധികൃതരുമൊക്കെ ഈ കോടികൾ പാഴാക്കുന്ന ഒരു സാഹചര്യമല്ലേ നിലവിലുള്ളത്? ഈ അതിരപ്പള്ളി വനമേഖലയിൽ സ്ഥാപിച്ച വൈദ്യുത തൂക്കുവേലികളാണ് ഇപ്പോൾ ആനകൾ വന്ന് അത് ആക്രമിച്ച് ആ തൂക്കുവേലി മുഴുവൻ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അതിരപ്പള്ളി, പരിയാരം, അതുപോലെ തന്നെ വാഴച്ചാൽ മേഖലകളിലാണ് കിലോമീറ്ററുകളോളം ഇത്തരത്തിൽ വൈദ്യുത തൂക്കുവേലികൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഇത്രയും അധികം ദൂരം തൂക്കുവേലി സ്ഥാപിക്കുന്നത് ആദ്യമായി ഇവിടെ അതിരപ്പള്ളി പ്രദേശത്താണ്. ഈ തൂക്കുവേലികളാണ് ഇപ്പോൾ ആനക്കൂട്ടം വന്ന് കൃത്യമായി തന്നെ നശിപ്പിച്ചിരിക്കുന്നത്. ഈ പല ഭാഗങ്ങളിലും തൂക്കുവേലികളിലേക്ക് മരച്ചില്ലകൾ വീണ് കിടക്കുകയും അവിടെ വൈദ്യുതി പ്രഹരം കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആനക്കൂട്ടം സ്ഥിരമായി എത്തി ഈ വൈദ്യുത തൂക്കുവേലി നശിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഈ പ്രദേശത്ത് ട്രെഞ്ചും ഫെൻസിങ് എല്ലാം കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നു. പക്ഷേ അതൊന്നും ഉപയോഗപ്രദമാവാതിരിക്കുകയും വന്യമൃഗങ്ങൾ നിരന്തരം ഈ ഒരു പ്രദേശത്തേക്ക് കടക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ വൈദ്യുത തൂക്കുവേലി ഇത് നബാർഡിൻ്റെ സഹായത്തോടു കൂടി ഏകദേശം കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ഒരു പദ്ധതി കൂടിയാണിത്. ഈ ഒരു പദ്ധതിയാണ് ഇപ്പോൾ വിഫലമായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിരന്തരമായി കാട്ടാനകൾ ഇറങ്ങുന്നു. വന്യമൃഗശല്യത്തിന് യാതൊരു അറുതിയും വരുന്നില്ലെന്നും ഈ ഒരു പ്രദേശവാസികൾ ആരോപിക്കുന്നു. വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായി തന്നെ നടത്തണമെങ്കിൽ മാത്രമേ ഈ വന്യമൃഗശല്യത്തിന് ഒരു അറുതി വരൂ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പ്രദേശവാസികൾ പ്രധാനമായി അറിയിക്കുന്നത്. തൃശൂർ ചാലക്കുടിയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. ശാശ്വത പരിഹാരം വേണമെന്നാണ് അവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരീഷ് നാരായണൻ.